വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വിച്ചൂസ് ജേണി. ഇപ്പോൾ എല്ലാവർക്കും ഹാപ്പി വിഷു എന്ന് വിഷുവാണ്. അപ്പം ഞാൻ രാവിലെ കണിയൊക്കെ കണ്ടിരിക്കുന്ന ഒരു സമയമാട്ടോ. 3:30 എണീറ്റു. പിന്നെ വേറെ ഒരു ക്ലബ്ബിൽ നിന്ന് വന്നിട്ട് നമ്മൾ കണി കാണിച്ചിട്ടുണ്ടായിരുന്നു. പുറത്ത് കണിയൊക്കെ വെച്ചിട്ട് അത് കണ്ടു. പിന്നെ നമ്മുടെ വീട്ടിലൊരുക്കിയ കണിയാട്ടോ ഇതൊരുക്കണ വീഡിയോ എല്ലാം ഞാൻ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തൊരു കയറി ജസ്റ്റ് ഒന്ന് കാണണം കേട്ടോ. അപ്പം അത്രയൊക്കെ ഉള്ളൂ. രാവിലെ ഞാൻ ജസ്റ്റ് എണീറ്റപ്പോൾ വ്ളോഗായിട്ട് ഞാനൊരു വിഷുവിൻ്റെ ദിവസം സ്റ്റാർട്ട് ചെയ്യില്ല. അപ്പോൾ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് എടുക്കാമെന്ന് കരുതി. അപ്പോൾ എല്ലാവർക്കും ഇനിയുള്ള എല്ലാ ദിവസങ്ങളിലും സന്തോഷം സമാധാനമൊക്കെ ആയിട്ട് ഹാപ്പി ആയിട്ടിരിക്കാൻ കഴിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഇനി ഞാൻ ജസ്റ്റ് ഒന്നും പോയി ഒന്നുകൂടെ കിടക്കും. അതിനുശേഷം എണീറ്റിട്ടാണ് ബാക്കി പരിപാടി തുടങ്ങുള്ളൂ. അപ്പോൾ അധികം സമയമൊന്നും ആയിട്ടില്ലല്ലോ. അപ്പോൾ ഞാൻ പോയി കിടക്കാൻ നോക്കട്ടെ. ബാക്കി വീഡിയോ നമ്മൾ എണീറ്റതിന് ശേഷം കണ്ടിന്യൂസ് ആയിട്ട് ഇടാം കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ രാവിലെ ഒരു 6:30 എണീറ്റ് കേട്ടോ. എന്നിട്ട് വേഗം കുളിച്ച് റെഡിയായിട്ട് അമ്പലത്തിൽ പോവാണ്. അതിനുമായിട്ട് നമ്മൾ വീട്ടിൽ കുറച്ച് പണിയൊക്കെ തീർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതാണ് ഞാൻ പോയ അമ്പലം. ഞങ്ങളുടെ തൊട്ടപ്പുറത്തുള്ള താമരയൂർ അമ്പലമാണ് കേട്ടോ. ഇത് കൃഷ്ണനും അയ്യപ്പനൊക്കെ ഉള്ളൊരു അമ്പലമാണ്. ഇനി നമുക്ക് നേരെ ഡ്രസ്സ് മാറി അമ്മേനെ ഹെൽപ്പ് ചെയ്യാൻ കയറാം. രാവിലെ തന്നെ കുറച്ച് പണികളൊക്കെ ചെയ്തതിന് ശേഷം നമ്മൾ കുളിക്കാൻ പോയത്. അതുകൊണ്ടാണ് കുറച്ച് ലേറ്റായിട്ട്. എന്നാലും അമ്പലം അടച്ചിട്ടുണ്ടായിരുന്നില്ല. അമ്പലം 9:30 വരെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാനിപ്പോൾ ഡ്രസ്സ് മാറി. ഞാൻ അമ്പലത്തിൽ നിന്ന് വീട്ടിലെത്തി കഴിഞ്ഞപ്പോഴേക്കും അച്ഛൻ വന്നു കേട്ടോ. അപ്പോൾ അച്ഛൻ എത്തിയപ്പോൾ ഒരു 9:30-10 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അച്ഛന് വിശന്നിട്ടാട്ടോ വരുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ദോശ ഉണ്ടാക്കി കൊടുത്തതിന് ശേഷം മുകളിൽ പോയിട്ട് ഡ്രസ്സ് മാറാമെന്ന്. അങ്ങനെ അച്ഛന് ഞാൻ ദോശ ഉണ്ടാക്കിക്കൊണ്ടിരിക്കട്ടെ. നല്ല നെയ്യൊക്കെ ഒഴിച്ചിട്ട്, അച്ഛന് ഒത്തിരി നെയ്യ് ഒഴിക്കില്ല, എന്നാലും കുറച്ച് നെയ്യൊക്കെ ഒഴിച്ചിട്ട് അങ്ങനെ ദോശ റെഡിയാക്കി അച്ഛന് കൊടുത്തു കേട്ടോ. എന്നിട്ട് ഞാൻ പോയി വേഗം ഡ്രസ്സ് മാറി വന്നു. നെക്സ്റ്റ് ആയിട്ട് അമ്മ കുറച്ച് അവിയൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിയൽ ഞങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞ് ഇങ്ങനെ ഒരു വലിയ ഇല ഇങ്ങനെ വെച്ചിട്ട് അതിലിങ്ങനെ നിരത്തി ഇങ്ങനെ പരത്തി ഇങ്ങനെ വെക്കും കേട്ടോ. എന്നിട്ട് അതിൻ്റെ മുകളിൽ കുറച്ചധികം ഓയിൽ ഇങ്ങനെ എല്ലായിടത്തും നന്നായി ഇങ്ങനെ തേച്ച് കൊടുക്കും. ആ ഓയിൽ ഇങ്ങനെ ഇറങ്ങി വരുമ്പോൾ അവിയലിനൊരു പ്രത്യേക സ്വാദാണ് കേട്ടോ. കണ്ടില്ലേ, നമ്മളിങ്ങനെ അവിയൽ ഇങ്ങനെ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഒരു 2-3 മിനിറ്റ് ഇരുന്ന് കഴിയുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല ടേസ്റ്റ് ആയിട്ടുണ്ടാവും കേട്ടോ. അടുത്തതായിട്ട് ഈ പൊതിച്ചോറ് കൊടുക്കണ ഒരു പരിപാടി ഉണ്ട്. നമ്മുടെ ഈ മെഡിക്കൽ കോളേജിലൊക്കെ ഉള്ള ആൾക്കാർക്ക് ആ തോന്നുന്നു കൊടുക്കുക. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് 3 പൊതിച്ചോറ് കൊടുക്കാമെന്നാട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആരും തന്നെ വാഴയില മുറിച്ചിട്ട് അത് വാട്ടി, നമ്മുടെ വീട്ടിൽ നിന്ന് മുറിച്ചിട്ടുള്ള വാഴയില കേട്ടോ. അങ്ങനെ അത് വാട്ടിയിട്ട് ഞാനും അനിയനും കൂടിയിട്ടാട്ടോ അപ്പോൾ പൊതിയലും കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മൾ ചോറും പിന്നെ കറികളും എല്ലാം വിളമ്പി കൊടുത്ത് ഏകദേശം എല്ലാ കറികളും ആയിട്ടുണ്ടായിരുന്നു. എന്നാലും കുറച്ചൊക്കെ ആവാനുണ്ടായിരുന്നു. എന്നാലും ഒരു സദ്യക്ക് വേണ്ട ആവശ്യത്തിലുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഒഴിച്ച് ഒന്ന് സെറ്റാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ എല്ലാത്തിലും ഒന്ന് വിളമ്പി കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ പൊതിച്ചോറിൽ എന്തൊക്കെ ഉണ്ട് നോക്കിയാലോ. സാമ്പാറുണ്ട്, പിന്നെ ചോറുണ്ട് കേട്ടോ. ഓഫ് കോഴ്സ് ചോറ് വേണമല്ലോ. പിന്നെ അവിയലുണ്ട്, ഉണക്കമുളക് വറുത്തതുണ്ട്, പുളിയിഞ്ചി ഉണ്ട്, പിന്നെ അത് വല്യമ്മ ഉണ്ടാക്കിയ സ്പെഷ്യൽ ഇരുമ്പാമ്പുളിയുടെ അച്ചാറാട്ടോ. അപ്പോൾ അതുണ്ട്. പിന്നെ ചമ്മന്തിപ്പൊടി ആട്ടോ അത്. പിന്നെ പപ്പടം ഉണ്ട്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമ്മുടെ പൊതിച്ചോറിലുള്ളത്. ഇനി നമുക്ക് പൊതിച്ചോറ് കെട്ടി വെച്ച് കൊടുക്കാം കേട്ടോ. കെട്ടി വെച്ച് കൊടുക്കാനൊന്നും എനിക്ക് വലിയ കാര്യത്തിൽ അറിയില്ല. എന്നാലും എന്നെക്കൊണ്ട് അറിയണ പോലെ പറ്റണ പോലെ ഞാൻ പൊതിയുണ്ട് കേട്ടോ. അപ്പുറത്ത് അമ്മ പൊതിയുണ്ട്, പിന്നെ ഒരെണ്ണം അനിയൻ പൊതിയുണ്ട്. അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടിയിട്ട് 3 പൊതിച്ചോറ് പൊതിഞ്ഞു. എന്നിട്ട് നമുക്കതിനി എടുക്കാൻ ആൾ വരും കേട്ടോ വീട്ടിലേക്ക്. അവരുടെ കയ്യിൽ കൊടുത്താൽ മതി. അപ്പോൾ 3 പൊതിച്ചോറും സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇത്രയും പണികൾ കഴിഞ്ഞപ്പോഴേക്കും സമയം കുറച്ചായിട്ടുണ്ടായിരുന്നു. ഞാൻ ചായ കുടിച്ചില്ല കേട്ടോ. അപ്പോൾ ഞാൻ വേഗം പോയി 2 ദോശയും പിന്നെ അതിൻ്റെ ഉള്ളിൽ നല്ലപോലെ നെയ്യൊക്കെ ഇട്ട് ഉണ്ടാക്കിയിട്ട് എനിക്ക് അങ്ങനെ കഴിക്കാനാണ് ഇഷ്ടം. പിന്നെ അതിൻ്റെ കൂടെ സാമ്പാറും കട്ടൻ ചായയൊക്കെ ഉണ്ടായിരുന്നു. അത് കുടിച്ചതിൻ്റെ ഒരു കുഞ്ഞു പണി കിട്ടിയിട്ടോ. മാങ്ങച്ചാറിനുള്ള മാങ്ങ അരിയണ പരിപാടിയായിരുന്നു. അപ്പോൾ ഞാൻ നേരെ മാങ്ങ എടുത്തിട്ട് ഹാളിലേക്ക് ചെന്നു കേട്ടോ. TV കണ്ടുകൊണ്ട് കുഞ്ഞുകുഞ്ഞാന്ന് മാങ്ങ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. നല്ല രസമില്ല എല്ലാം കൂടി ഇങ്ങനെ കിടക്കുന്നത് കാണാൻ വേണ്ടിയിട്ട്. നമുക്കിത് നേരെ കിച്ചണിൽ കൊണ്ടുപോയി കൊടുക്കാം കേട്ടോ. അപ്പോഴത്തേക്കും നമുക്ക് അടുത്ത പണി കിട്ടിക്കോളും. ഓഫ് കോഴ്സ് സദ്യയൊക്കെ ആകുമ്പോൾ നല്ല പണി ഉണ്ടാവില്ല അമ്മമാർക്ക്. പിന്നെ അതിലും വലിയ പണിയാണ് രാവിലെ ഉച്ചയ്ക്ക് എല്ലാവരും കിച്ചണിൽ ഇറങ്ങുക. നമ്മൾ പിന്നെ അങ്ങനെ ഇടയ്ക്ക് പോയി സഹായിക്കുന്ന ഒരു കാര്യമല്ലേ ഉള്ളൂ. അപ്പോൾ ഞാൻ അടുത്ത് വയ്ക്കുമ്പോൾ വിഷുക്കട്ട റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. വിഷുക്കട്ടയുടെ മുകളിൽ നമ്മൾ തേങ്ങാപ്പാലൊക്കെ നന്നായി ഇങ്ങനെ ഒഴിച്ചിട്ട് ഇലയിൽ പരത്തി വെച്ചിട്ടുണ്ടായിരുന്നു. വിഷുക്കട്ട നമ്മുടെ ഏരിയയിലൊക്കെ അത്യാവശ്യം ഫേമസ് ആട്ടോ. കുറേ സ്ഥലങ്ങളിലൊന്നും വിഷുക്കട്ട ഉണ്ടാക്കാറില്ല. അത് മെയിനായിട്ട് വെള്ളരിക്കാക്കറി കൂട്ടിയിട്ടൊക്കെ കഴിക്കുക. നമ്മൾ പക്ഷേ ഇന്ന് മട്ടൻ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇന്ന് വീട്ടിൽ പായസം ഒന്നും ഉണ്ടാക്കുന്നില്ല. സോ ഞാൻ വിചാരിച്ചു ഒരു പുഡിങ് ഉണ്ടാക്കാന്ന്. ഈ പുഡിങ് ഉണ്ടാക്കാൻ അധികം റെസിപ്പീസ് ഒന്നും വേണ്ട. പാല്, കോൺഫ്ലവർ, പിന്നെ പഞ്ചസാര, പിന്നെ പാൽപ്പൊടി, ഇത്രയും മതി. അത് വെച്ച് നമുക്ക് സിമ്പിളായിട്ട് പുഡിങ് ഉണ്ടാക്കാം. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടായിരുന്നു. സ്റ്റാർട്ട് ചെയ്യാം. 500 ml പാലാട്ടോ നമുക്ക് വേണ്ടത്. അപ്പോൾ ഇത് മെഷറിംഗ് കപ്പ് ഉപയോഗിച്ചിട്ട് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നുണ്ട്. ഇതിപ്പോൾ ഒരു 250 ml ആണ്. നമുക്ക് ഇങ്ങനത്തെ 2 കപ്പ് വയ്ക്കേണ്ടി വരും കേട്ടോ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ആദ്യം 500 ml പാലെടുക്കാം. പാലിവിടെ വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഒരു
4 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 4 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും ആഡ് ചെയ്യാം കേട്ടോ. അങ്ങനെ കറക്റ്റ് 500 ml കിട്ടിയിട്ടില്ല, അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിനനുസരിച്ച് 4 ഇത് കൊടുക്കുന്നത്. 500 ml ഉണ്ടെങ്കിൽ 5 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും 5 ടേബിൾ സ്പൂൺ ഷുഗർ ആട്ടോ. അപ്പോൾ നമ്മൾ 4 ടേബിൾ സ്പൂൺ ഇടുന്നുള്ളൂ. അപ്പോൾ ഇതിടാം. നെക്സ്റ്റ് കോൺഫ്ലവർ ഇടാം. നെക്സ്റ്റ് ഇത് കട്ട വരാനൊന്ന് ഇറക്കി കൊടുക്കണം. റൈസ് നന്നായി കുറുകി വന്നിട്ടുണ്ട്. കുറുകി കഴിഞ്ഞാൽ നമുക്ക് ചൂടോടെ തന്നെ വേറൊരു സെറ്റ് ചെയ്യാനുള്ള ബൗളിലേക്ക് ഒഴിച്ച് വെക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി ഇത് മാറ്റി വെക്കാം ഒരു ബൗളിലേക്ക്. എന്നിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ. ഒരു 2-3 മണിക്കൂർ വെക്കേണ്ടി വരും. അപ്പോൾ ഞാനത് ചൂടോടെ തന്നെ ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ നമ്മൾ ഫ്രിഡ്ജിലേക്ക് വെക്കണം. ചൂടായതിനു ശേഷം വേണം കേട്ടോ ഫ്രിഡ്ജിൽ വെക്കാൻ. എന്നിട്ടൊരു 1-2 മണിക്കൂറൊക്കെ എടുക്കുമായിരിക്കും ഒന്ന് സെറ്റായി വരാൻ. നമുക്കിവിടെ അധികം സമയമില്ല, കാരണം ഇപ്പോൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ ഏകദേശം സമയം തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചിലപ്പോൾ ഒരു 1-1.5 മണിക്കൂർ കഴിയുമ്പോൾ എടുക്കും കേട്ടോ. ശരിക്കും 2-3 മണിക്കൂർ വെച്ചാൽ നല്ലപോലെ സെറ്റായി കിട്ടും. അപ്പോൾ നമുക്ക് അടുത്ത പരിപാടി എന്താണെന്ന് ഇതൊന്ന് സെറ്റായതിനു ശേഷം കാണാം കേട്ടോ. അച്ഛൻ വന്നതിന് ശേഷം കേട്ടോ എല്ലാ കൊല്ലം നമ്മൾ വിഷുക്കൈനീട്ടം കൊടുക്കണ പരിപാടി തുടങ്ങുക. അങ്ങനെ എല്ലാവർക്കും അച്ഛൻ വിഷുക്കൈനീട്ടമൊക്കെ തന്നു. നേരെ നമ്മൾ സദ്യ കഴിക്കാൻ പോയിട്ടോ. സദ്യയുടെ ഇത്തവണത്തെ വിഭവങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. സാമ്പാർ, ചോറ്, പപ്പടം, ചെമ്മീൻ ചമ്മന്തിപ്പൊടി കേട്ടോ. അമ്മയുടെ ഓഫീസിൽ നീതു എന്ന് ചേച്ചി കൊടുന്നിട്ടുണ്ടായിരുന്ന ചമ്മന്തിപ്പൊടി അത്. പിന്നെ പുളിയഞ്ചി നമ്മളൊരു 2-3 ദിവസം മുമ്പ് ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുള്ള കേട്ടോ. പിന്നെ കൊണ്ടാട്ടമുളക് വറുത്തുണ്ട്, മാങ്ങച്ചാറുണ്ട്, മത്തങ്ങൽശ്ശേരി, അവിയൽ, പപ്പടം ഇങ്ങനെ ഉപ്പേരി പോലെ ഉണ്ടാക്കിയതാട്ടോ. പിന്നെ റോലനുണ്ട്, പിന്നെ ഒരു സ്പെഷ്യൽ ചമ്മന്തി ഉണ്ട്, വിഷുക്കട്ടയുണ്ട്, പിന്നെ നല്ല മട്ടൻ കറി ഉണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിഷു സദ്യ അടിപൊളിയായിരുന്നു. പുഡിങ് ഡീമോൾഡ് ചെയ്ത് എടുത്തോട്ടോ. ഇത് നമുക്ക് ആ ഒരു ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട്. പിന്നെ നമുക്ക് അങ്ങനെ കുറേ നേരം ഫ്രീസ് ചെയ്ത് വെക്കാനുള്ള സമയം കിട്ടിയില്ല കേട്ടോ. ഒരു 1-1.5 മണിക്കൂർ എന്തെങ്കിലും എടുത്തിട്ടുണ്ട്. എൻ്റെ നമുക്കിനി മുറിച്ചിട്ട് ജസ്റ്റ് നമ്മുടെ ഈ മിൽക്ക് പൗഡർ ഉണ്ടല്ലോ അതിലൊന്നിങ്ങനെ ഇങ്ങനെ ഒന്ന് നന്നായി പൊതിഞ്ഞെടുക്കണം. നമുക്ക് ആ പരിപാടിയിലേക്ക് കിടക്കാം കേട്ടോ. അങ്ങനെ ഞാൻ എന്താ കുഞ്ഞു പീസസ് ആയിട്ട് മുറിച്ചിട്ടുണ്ട്. നമുക്കൊരു നെക്സ്റ്റ് സ്റ്റെപ്പും കൂടി ഉണ്ട് കേട്ടോ അതിന്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാൽപ്പൊടി നമ്മളൊരു പാത്രത്തിൽ വെച്ചിട്ട് നമ്മൾ ഈ മുറിച്ച് വെച്ച പീസ് ഈ പാൽപ്പൊടിയിൽ നന്നായി ഇങ്ങനെ മുക്കി കോട്ട് ചെയ്തെടുക്കണം കേട്ടോ. എന്നിട്ട് വേറെ ഒന്നുമില്ല, നമുക്ക് കഴിച്ചാൽ മതി. അപ്പോൾ ഇതിങ്ങനെ നമ്മൾ കൈ കൊണ്ട് ചെയ്യുമ്പോൾ അതിങ്ങനെ പൊടിഞ്ഞു വരുന്നുണ്ടായിരുന്നു. പിന്നെ പറ്റിയ ഒരു മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പാലിൽ കോൺഫ്ലവർ ഇടുമല്ലോ, അത് ആദ്യം നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്യാണ്ട് കോൺഫ്ലവർ ഫ്ലെയിം ഓൺ ചെയ്യാണ്ട് ഇട്ടിട്ട് അതിങ്ങനെ കട്ട പിടിക്കാതെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം വേണം കേട്ടോ ഫ്ലെയിം ഓൺ ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ തിരക്ക് പിടിച്ച് ഉണ്ടാക്കിയോണ്ട് തന്നെ അത് മറന്നുപോയി. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ ജസ്റ്റ് അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ. ആദ്യം പാലിൽ കോൺഫ്ലവർ ഇട്ട് പൊടി നല്ല കട്ട പിടിക്കാതെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം വേണം നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്തിട്ട് തിളപ്പിക്കാൻ വേണ്ടി. എന്നിട്ട് വേണം കേട്ടോ പഞ്ചസാര ഇട്ട് കൊടുക്കാൻ. അപ്പോൾ ഇതാ എല്ലാവർക്കും ഇഷ്ടമായി കേട്ടോ. അങ്ങനെ ഞാൻ ഡ്രസ്സ് പറയുന്നു, ഞാൻ മാത്രമല്ല കേട്ടോ, അമ്മേശ്വരൊക്കെ ഡ്രസ്സ് മാറി കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തു. നമ്മൾ ഫാമിലി ഫോട്ടോ ഒക്കെ എടുത്തു. വേണ്ടായിരുന്നു അമ്മയുടെ ഡ്രസ്സ് ഇല്ല കേട്ടോ. അച്ഛൻ ഫോട്ടോ എടുത്തുകൊണ്ട് ഡ്രസ്സൊക്കെ മാറി. അപ്പോൾ ഇനി എന്താ വല്യമ്മയുടെ വീട്ടിൽ നിന്നൊക്കെ വരുന്നുണ്ട്. അപ്പം നമുക്ക് അതിന് ശേഷം ബാക്കി വീഡിയോസ് കാണാം. ഞാൻ മുകളിൽ പോയിട്ട് കുറച്ച് വീഡിയോസ് എടുക്കാൻ പറ്റും നോക്കട്ടെ. പെട്ടെന്ന് പുറത്ത് നല്ല കാറ്റൊക്കെ വരുന്നത്, മഴ പെയ്യുന്നു നല്ല തോന്നുന്നുണ്ട് എനിക്ക്. എന്തായാലും അതിനും പറ്റുമെങ്കിൽ വീഡിയോ എടുക്കാം. ഞാൻ മോളിൽ പോയി വീഡിയോ എടുക്കുന്ന നേരത്തെ അനിയൻ മോളിൽ പോയി പൊട്ടണ പടക്കണ്ടല്ലോ, അത് കൊണ്ടുവന്ന് പൊട്ടിച്ചു. പക്ഷേ അധികം ഇരുട്ടാവാത്തതുകൊണ്ട് തന്നെ അങ്ങനെ വലിയ രസത്തിൽ കാണാൻ പറ്റിയില്ല കേട്ടോ. പിന്നെ നമ്മൾ താഴെ പോയിട്ട് മാലപ്പടക്കമൊക്കെ പൊട്ടിച്ചു. അച്ഛനും അനിയനൊക്കെ മാലപ്പടക്കം അതൊക്കെ കത്തിക്കാൻ ഭയങ്കര ഇഷ്ടമാട്ടോ. അങ്ങനെ അതൊക്കെ കത്തിച്ച് നമ്മൾ നേരെ പോയി വിളക്കൊക്കെ കത്തിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും വല്യമ്മയും പിന്നെ 2 കസിൻസും വെളിച്ചനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. എല്ലാവരും കൂടി ഹാപ്പി വിഷു പറയാം. എല്ലാവരും കൂടി ഇതെൻ്റെ വല്യമ്മ, ഇത് വല്യമ്മയുടെ 4ാമത്തെ
ഇപ്പം ഇറങ്ങിയിട്ടോ. ബാബുവിന് പിറ്റേ ദിവസം ഡ്രൈവിങ്ങിൻ്റെ ടെസ്റ്റ് ഉണ്ടായിരുന്നു. 6:30 ഗ്രൗണ്ടിൽ എത്താനുള്ളതുകൊണ്ട് തന്നെ അവർ വേഗം ഇറങ്ങിയിട്ടോ. അപ്പോൾ അതാ എല്ലാവരും പോയി കഴിയുമ്പോൾ ഒരു വിഷമമല്ല. ഇത്രയും നേരം കളിയും ചിരിയും ഒക്കെ ആയിട്ട് വീട്ടിൽ വന്നവരൊക്കെ പോയി കഴിയുമ്പോൾ എല്ലാവർക്കും ഉണ്ടാവല്ലേ ചെറിയൊരു സങ്കടം. അങ്ങനെ അതിനുശേഷം നമുക്ക് അടുത്ത സങ്കടമുള്ള ഒരു പരിപാടിയാണ് നമ്മൾ തലേ ദിവസം ഒരുക്കിയ കണിയൊക്കെ മാറ്റുക എന്നുള്ളത്. നമ്മൾ തലേ ദിവസം അത്രയും സന്തോഷത്തോടെ ഇരുന്ന് ഒരുക്കിയിട്ട് പിറ്റേ ദിവസം അതെല്ലാം എടുത്ത് മാറ്റുമ്പോൾ ഭയങ്കര സങ്കടമല്ലേ. അങ്ങനെ ഇതാ ഞാൻ എടുത്ത് മാറ്റിയിട്ടോ. കണ്ടപ്പോൾ എന്തോ ഒരു ഭയങ്കര വിഷമം, കാരണം എല്ലാം നിറഞ്ഞു നിൽക്കലായിരുന്നു നേരത്തെ. ഇപ്പം എല്ലാം മാറിക്കഴിഞ്ഞപ്പോൾ എന്തോ പോലെ. അപ്പോൾ അന്ന് അത്രയേ ഉള്ളൂ, ഇന്നത്തെ ഒരു ദിവസം കഴിഞ്ഞു കേട്ടോ. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടാറ്റാ.